നന്നായിട്ട് നോക്കണം. ശുഭദിനം മുതലാളി. ഇന്ന് നീ ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഇന്നലെ ജോലി നിനക്ക് വളരെ എളുപ്പമായിരുന്നു തോന്നുന്നു. മുതലാളി ഇത് വാങ്ങിച്ചോളൂ. ഒന്ന് നിക്കണേ, ഞാനിത് ഊതിത്തരാം. നല്ല ചൂടുണ്ട്. നിനക്കെന്നോട് നേരിട്ട് തന്നെ സംസാരിക്കാം. ഇങ്ങനെ കാട്ടിക്കൂട്ടേണ്ട കാര്യമില്ല. എന്റെ മുതലാളി, ഇതെന്റെ ജോലിയല്ലേ. അത് മാത്രമല്ലാതെ നമുക്കിടയിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. എന്നെ സംബന്ധിച്ച് നിങ്ങളൊരു സത്യസന്ധനായ ആളാണ്. ശരിയും തെറ്റും നിങ്ങൾക്ക് നല്ലോണം തിരിച്ചറിയാൻ പറ്റും. അത് എങ്ങനെയാന്ന് വെച്ചാ ഞാൻ മുത്തശ്ശി നന്നായിട്ട് നോക്കുന്നില്ലേ. മാത്രമല്ല നിങ്ങളുടെ ഒരു ജോലിക്കാരിയും കൂടിയാ. എന്ന് വെച്ചാ ഞാൻ ഇവിടെ 2 പേരുടെ കാര്യമാണ് നോക്കുന്നത്. അതുകൊണ്ട് എന്റെ ശമ്പളം ഇരട്ടിയാക്കാൻ സാധ്യതയില്ലേ? എന്താണ് അതിന്റെ അഭിപ്രായം? നീ പറയുന്നത് കേൾക്കാൻ കൊള്ളാം, പക്ഷെ നീ എല്ലാ ജോലിയും ചെയ്യുമെന്ന് എനിക്കൊരു സംശയം. എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മാത്രം മതി. ഞാൻ അപ്പൊ തന്നെ അത് ചെയ്ത് തന്നിരിക്കും. വായിക്കാനുള്ളതെല്ലാം നീ എടുത്തു വെക്കും. ആയിക്കോട്ടെ. അങ്ങനെ എല്ലാം തീർന്നു. ഒരു നിമിഷം. ഇപ്പൊ ആ പുസ്തകങ്ങളെല്ലാം നേരാവണ്ണം അടുക്കി വെക്കുക. മുതലാളി വരിവരിയായിട്ട് അടുക്കണമെന്ന് വെച്ചാ എനിക്ക് എങ്ങനെയെന്ന് അറിഞ്ഞൂടാ. നേരാവണ്ണം ഉദ്ദേശിച്ചത് പുസ്തകങ്ങളെ അതാത് സ്ഥാനത്ത് എടുത്തു വെക്കണം. അതായത് എഴുത്തുകൾ അനുസരിച്ച് വെക്കണം. ചരിത്ര പുസ്തകങ്ങളെല്ലാം അവിടെ, ബാക്കിയെല്ലാം അപ്പുറത്ത്. കവിതകളൊക്കെ അപ്പുറത്ത്. അതുകൊണ്ടാണ് നേരാവണ്ണം വെക്കണം എന്ന് പറഞ്ഞത്. എല്ലാം മര്യാദയ്ക്ക് വെക്കണം, മനസ്സിലായല്ലോ? ഇതില് ചിത്രങ്ങളുണ്ടല്ലോ, ഇതാ നോക്ക്. അതിൽ ചിത്രങ്ങളുണ്ടെങ്കിൽ കണ്ടുപഠിക്കും. ആ ചിത്രങ്ങളൊക്കെ വളരെ നന്ദിയുണ്ട് മുതലാളി, ഇത് മതി. ഇത് യൂറോപ്യൻ ഭാഷയാണ്, പഴക്കമുള്ള സംസ്കൃതം. മുതലാളി നിങ്ങൾ വളരെ ബുദ്ധിശാലിയാ. ഇത് നിനക്ക് നന്നായിട്ട് അറിഞ്ഞൂടാ. ഇത് നമ്മുടെ ഭാഷയിലുള്ളതാണ്. ഇതിൽ തിരഞ്ഞു നോക്ക്. മുതലാളി ഇത് നിങ്ങളുടെയാ? എനിക്കറിയാം, എനിക്ക് തണുക്കുന്നോണ്ടല്ലേ നിങ്ങൾ എന്നെ ഇതുകൊണ്ട് പൊതപ്പിച്ചത്. മുതലാളി അതെന്താന്ന് വെച്ചാ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് മറ്റുള്ളവരുടെ എന്തുമാത്രം കരുതലുണ്ടെന്ന്.
ആവശ്യമില്ലാത്ത ചിന്തകൾ വേണ്ട. നിന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയാ ഞാൻ ആ പുതപ്പെടുത്ത് നിനക്ക് പുതപ്പിച്ചു തന്നത്. ഇതിലൊരുപാട് ചിന്തിക്കേണ്ട കാര്യമില്ല. നിന്നെ കാണുമ്പോൾ എനിക്ക് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല. നീ വേണമെങ്കിൽ പോയി വിശ്രമിക്ക്. മുതലാളി, നിങ്ങൾ ശമ്പളത്തെ കുറിച്ചൊന്നും പറഞ്ഞില്ല. അതോർത്ത് വിഷമിക്കണ്ട. കിട്ടേണ്ട സമയത്ത് കൃത്യമായി കിട്ടിയിരിക്കും. വളരെ നന്ദിയുണ്ട്. എന്ന് ഞാൻ പോട്ടെ. എന്തിനെങ്ങനെ എടുത്തെറിഞ്ഞ് സംസാരിക്കുന്നത്? കുഴപ്പമില്ല, എന്റെ ശമ്പളം ഇരട്ടിയാവും പോവല്ലേ. എന്തേലും ആവട്ടെ. മാത്രമല്ല, അദ്ദേഹത്തെ കാണാൻ എന്ത് സുന്ദരനാ. സുഷിവാൻ, നീ എന്തേ കാണിക്കുന്നേ? എല്ലാ പുസ്തകങ്ങളും ഇവിടെ ഉണ്ടോ? പുസ്തകത്തിന്റെ കാവൽക്കാരൻ കിഴക്കുഭാഗത്തു നിന്നാണ് ഇതൊക്കെ അയച്ചിരിക്കുന്നത്. എല്ലാം നന്നായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തെറ്റ് നടക്കാൻ സാധ്യതയില്ല. ശരി മുതലാളി. നീ എന്താണ് അന്വേഷിക്കുന്നത്? അത് പിന്നെ ഞാൻ എന്റെ തുണി ഇന്നലെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ ഈ നോക്കുന്നത്. ഇത് ഇവിടെ ഉണ്ടായിരുന്നോ? ഇതെന്താണ് ഇങ്ങനെ നാറുന്നത്? സൂസിയാൻ, വരൂ മുതലാളി. എനിക്കതിനിപ്പോ തണുക്കുന്നൊന്നുമില്ലല്ലോ. ഇത് നീ പോയി അലക്കിക്കൊണ്ടുവാ. പക്ഷെ ഇതിൽ അഴുക്കൊന്നുമില്ലല്ലോ. ഇതിൽ എന്റെ മണമുണ്ടല്ലോ. നിന്റെ തുപ്പല് നിനക്ക് നല്ല മണമായിട്ടാണ് തോന്നുന്നത്. ഓ ശരി, ഞാനിത് അലക്കിക്കൊണ്ടുവരാം. തുപ്പലാവുന്നത് അത്ര വലിയ കാര്യ? ഇതേതിനും ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ടാവല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ പോലെ എല്ലാവർക്കും ഉണ്ടാവുന്നതല്ലേ. ഗോയിങ് സി, എന്താ നിങ്ങൾക്ക് ഉണ്ടാവില്ല? നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു മുതലാളി. പക്ഷികൾ പോലും അവരുടെ തുപ്പല് കൊണ്ടാണ് കൂടുണ്ടാക്കുന്നത്. പക്ഷെ എന്റെ മുതലാളി വളരെ വ്യത്യസ്തനാ. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ തുപ്പല് തന്നെ സാധ്യല്ല, വെറും ചോരയാ. ഇത് നന്നായിട്ട് അലക്കണം. ഇതിലെന്റെ തുപ്പലുണ്ടോ? അതിന് ഞാൻ ഇട്ടിട്ടില്ലായിരുന്നല്ലോ. നിനക്കിപ്പോ പോ. അല്ല, ഇതൊക്കെ അകത്ത് കുറച്ചുകൂടി ഉണ്ടെന്ന് തോന്നുന്നു. ശരി ശരി ശരി, ഞാനിപ്പോ തന്നെ പൊക്കോളാം. ഗോയിങ് സി, നീ ശരിക്കൊരു ക്രൂരനാ. വാങ്ങിച്ചോ, പിടിക്ക്. ഗോയിങ് സി, നീ ആവശ്യമില്ലാതെ എന്നോട് ഏറ്റുമുട്ടുന്നത്. അതിന് ഞാൻ പകരം വീട്ടിയിരിക്കും. എവിടെ ഇരുന്നോ? ഞാൻ ആരാന്ന് കരുതി? ഞാൻ സൂഷിവാനാ. സൗന്ദര്യത്തോടൊപ്പം കഴിവുള്ളവളാ. ആയോധന കലകളും മന്ത്രവാദവും ഒക്കെ എനിക്കറിയാം. അതുകൊണ്ട് എന്നോട് നിന്റെ കളി വേണ്ട. എന്നോട് കളിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ആലോചിക്കണമായിരുന്നു. ഇനി നിന്റെ ജീവിതം തന്നെ പോരാട്ടെ ആവാൻ പോവാ. ഗോയങ്സി, ഇപ്പൊ നിന്റെ തല എഴുത്ത് എന്റെ കയ്യിലാ ഉള്ളത്. ഇനി എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എങ്ങനെയുണ്ട് ഇപ്പൊ? പേടി തോന്നുന്നുണ്ടല്ലേ? ഗോയങ്സി, ഞാനൊരു സുന്ദരിയാണെന്ന് പറഞ്ഞ് നീ ഇപ്പൊ പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ, ഞാൻ നിന്നെ ഇക്കളിയാക്കും. സുന്ദരിയായ സൂഷിവാൻ, എന്നോട് ക്ഷമിച്ചേക്ക്. ക്ഷമ ഒരിക്കലും അർഹിക്കുന്നില്ല. ശരിയാണ്, നീ മാപ്പ് അർഹിക്കാത്തവനാ.
കുത്തിക്ക് കാണട്ടെ. അത് പുറത്തെടുക്ക്. പറ്റില്ല. നീ എടുക്കുന്നോ അതോ ഞാൻ എടുക്കണോ? മുതലാളി, അത് പിന്നെ കാര്യം എന്താന്ന് വെച്ചാ എനിക്ക് നിങ്ങളോട് നന്ദി പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ പാവ ഉണ്ടാക്കിയത്. എന്റെ ഗ്രാമത്തിലൊക്കെ ഇങ്ങനെ ചെയ്യാറ്. നിങ്ങൾ ഇതിനെ നോക്കിക്കോ. ദാ നോക്ക്, ഇതില് എന്താ എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ? അപ്പൊ നീ എനിക്ക് ആശംസകളാണ് പറഞ്ഞത്? അതെ മുതലാളി, ഇങ്ങോട്ട് നോക്ക്. ഈ പാവയെ കാണുന്ന ഏതാണ്ട് നിങ്ങളെ പോലെ തന്നെയല്ലേ? എന്താണിത്? അത് പിന്നെ ഓ ഇത് എന്റെ പൊടിയനെയാ മുതലാളി. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാ ഞാൻ എന്റെ ജീവിതം തന്നെ നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുകയാണ്. സത്യം പറയുകയാണെങ്കിൽ നീ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നീ ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. ആണല്ലേ? എന്നാ ശരി, അതിങ്ങ് തന്നേക്ക്. അതിന്റെ ആവശ്യമൊന്നുമില്ല. നീ എന്നെ കുറിച്ച് ഇത്രയും മോശമായിട്ടാണോ വിചാരിക്കുന്നത്? നീ എന്റെ പേര് 1000 പ്രാവശ്യം എഴുതണം. ഈ തെറ്റ് നീ വീണ്ടും ചെയ്യാൻ പാടില്ല. 1000 പ്രാവശ്യം എഴുതണമെന്നോ? പക്ഷേ ഞാൻ എഴുതിക്കോളാം. ഇതന്നെ കൂടുതലാ. എന്ത് കല്ല് മനസ്സാ. ശരിക്കും ഒരു ക്രൂരനാണ്. എനിക്ക് പണത്തിന്റെ ആവശ്യമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്യില്ലായിരുന്നു. ഇതാ വളരെ നന്ദി. വെച്ചോളൂ. ഇതാ നന്ദി. ഇത് നിന്റേത്. വളരെ നന്ദിയുണ്ട്. ഇത് നിനക്ക്. വളരെ നന്ദി. സൂസി വോൻ. ഞാൻ തന്നെയാ. ഇങ്ങ താത്താ. എന്താ ഇത്രയുള്ളൂ? നീ എന്താ വിചാരിച്ചേ? നീ മുതലാളി തുണിയെല്ലാം അഴുക്കാക്കിയില്ലേ? ഇത് കിട്ടിയത് തന്നെ വലിയ കാര്യം. ചെയ്തില്ല. ഞാൻ പറയുന്നത്. ഇതാ ഇത് പിടിക്കേ. ഗോയങ്സി, നീ ശരിക്കും ഒരു സ്വാർത്ഥനാ. എന്നെ ഇട്ട് അത്രയും പണിയെടുപ്പിച്ചിട്ട് ശമ്പളം കുറച്ചു തന്നല്ലേ? വേദനിക്കുന്നുണ്ടോ? ഇനി എന്നെ പണിയെടുപ്പിക്കോ? നീ ചെയ്ത തെറ്റ് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ദയവ് ഇതെന്നോട് ക്ഷമിക്കണേ. സൂക്ഷിവാനെ ഇതിൽ കൂടുതൽ എനിക്ക് കഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഇതൊക്കെ എന്റെ തെറ്റ് തന്നെയാ. എന്നോട് ക്ഷമിക്കണേ. ഞാനെന്നിത് ക്ഷമിച്ചു. എന്നാ ഇതിന് മുമ്പ് ചെയ്ത കാര്യത്തിൽ എന്തായാലും ക്ഷമിക്കാൻ പോകുന്നില്ല. ഇവിടെ അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ. എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം തോന്നുന്നുണ്ട്. സിയോൻ, നീ ഇവിടെ എന്താ ചെയ്യുന്നത്? എന്നോട് ചില കാര്യങ്ങൾ പറയേണ്ടതായിരുന്നു. പക്ഷെ നീ മറച്ചു വെച്ചില്ലേ? നിനക്ക് ഇത്രയും ധൈര്യോ? മുതലാളിയുടെ ചിത്രമല്ലേ വരച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ട്. നീ എന്റെ മുന്നിൽ ഒന്നും ഒളിക്കണ്ട. നിനക്ക് മുതലാളിയെ ഭയങ്കര ഇഷ്ടമല്ലേ? അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ ചിത്രം വരഞ്ഞ് അദ്ദേഹത്തെ പറ്റി ആലോചിച്ചിരിക്കുന്നത്. എന്താന്ന് വെച്ചാ നീ മുതലാളിയെ ഇഷ്ടപ്പെടുന്നു. ഇനി മുതൽ നമ്മൾ ചേട്ടത്തിയും അനിയത്തിയുമാ. കാരണം എനിക്ക് അനിയത്തിയില്ലല്ലോ. ഞാൻ നിനക്ക് വേണ്ടി ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക്. ഇത് മുടിക്കിടുന്നതും ഇത് കുളിക്കാൻ ഉപയോഗിക്കും. ഇതൊക്കെ മുതലാളി ഉപയോഗിക്കുന്ന സാധനങ്ങളാ, വേറെ എവിടെയും കിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ശേഖരിച്ചു വെച്ചതാ. വളരെ നന്ദിയുണ്ട്. ഈ ചിത്രം നീ നന്നായിട്ട് തന്നെ വരച്ചിട്ടുള്ളത്. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഒരു 20 രൂപയ്ക്ക് ഈ ചിത്രം നീ എനിക്ക് തരുമോ? ഞാൻ വെറുതെ നേരം പോക്കിന് വരച്ചതാ. എന്നിങ്ങനെ കളിയാക്കല്ലേ. ഞാൻ എന്തിനാ നിന്നെ കളിയാക്കുന്നത്? നിനക്ക് ശരിക്കും ഇത് വേണോ?
ഞാൻ വേണമെങ്കിൽ നിനക്ക് 10 രൂപ അധികം തരാം. ആയിക്കോട്ടെ. ഇതെങ്ങനെയുണ്ട്? സുഖം തോന്നുന്നുണ്ടോ? കുഴപ്പമില്ല കുഴപ്പമില്ല. അതെ, ഇത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിട്ടൊന്ന് നല്ല പറ. വലുപ്പമുണ്ട്. ഇതൊന്നും മുറിച്ചൊന്നും കൊള്ളായിരുന്നു. ആ ശരി. അല്ല, നിനക്കിപ്പോ എങ്ങനെയുണ്ട്? ഇതൊന്ന് കഴിച്ചു നോക്കിയേ. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടൊന്ന് തിരുമ്. അല്ല, നിനക്ക് കാറ്റ് നന്നായി കിട്ടുന്നുണ്ടോ? ഒന്ന് നന്നായിട്ട് ആഞ്ഞു വീശ്. ശരി, ആയിക്കോട്ടെ. ഇപ്പൊ നമുക്ക് ആ കാര്യം സംസാരിക്കാമോ? സംസാരിക്കാലോ. ആദ്യം എന്തെങ്കിലും ഒന്ന് താ. ഞാനിപ്പോ തരാം. ഇത് വെച്ച്. എന്റെ കയ്യിലൊന്ന് വെച്ചോ. ഇതാ വെച്ച് പിടിച്ചോ പിടിച്ചോ. താഴെ ഇടല്ലേ. കുറച്ചുകൂടെ കഴിക്കുന്നുണ്ടോ? എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇത് നിനക്ക്, പിന്നെ ഇത് നിനക്ക്. പിടിച്ചോ നീ. നോക്കട്ടെ. രസത്തിലാണല്ലോ വരച്ചിരിക്കുന്നത്. സുഷിമോൻ, ഇത് കീറിയിരിക്കുകയാണല്ലോ. ശരിയാണല്ലോ. നിനക്ക് കൊള്ളാലോ. കീറിയിട്ടുണ്ടോ? ഇതാ പിടിച്ചോ. അത് വേറൊന്നുമല്ല, മുതലാളിയുടെ മുടിയാ. അത് കൊള്ളില്ലല്ലോ. അതുകൊണ്ട് നീ ഇത് എടുത്തോ. നോക്കട്ടെ. ഇത് നോക്കിയേ. ഇവിടെ നോക്കട്ടെ. അതെ, നീ ഈ ചിത്രം ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയല്ലേ വരച്ചോണ്ട് വന്നത്? പക്ഷെ മുതലാളിയുടെ മുടി നീ എനിക്ക് തന്നില്ലല്ലോ. അതിന് മുതലാളിക്ക് മുടി കൊഴിഞ്ഞിട്ട് വേണ്ടേ? എടുക്കുകയാണെങ്കിൽ പറിച്ചെടുക്കേണ്ടി വരും. ഞാൻ നിനക്ക് 10 രൂപയും കൂടി തരാം, കൊണ്ടുപോവാ. ശരി. കുറച്ച് ദിവസം കൊണ്ട് ഇത്രയും കാശ് ഉണ്ടാക്കിയെടുത്തു. ഇത് വെച്ച് എനിക്ക് എന്റെ അനിയനെ വൈദ്യശാലയിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂ. നിങ്ങൾ അത്ര വലിയ ദുഷ്ടനൊന്നും അല്ല മുതലാളി. മുതലാളി അവിടെ? മുതലാളി പുസ്തകശാലയിൽ ഡിങ്കിനെ കാണാൻ പോയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് എന്താ ചെയ്യേണ്ടത്? നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഗോയിങ്സ് ഇവിടെ ഇല്ലല്ലോ. എന്നാ ഞാൻ സുവാന് ഈ കാശ് കൊണ്ടേ കൊടുത്തിട്ട് വരാം. നീ എല്ലായിടത്തും ശരിക്കും നോക്കിയോ? ഇവിടുന്ന് നമുക്ക് ഉള്ളിലേക്ക് കയറണം. അത് മാത്രമല്ല, എല്ലാ ഭാഗത്തുനിന്നും ആളുകൾ വരാനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം വളരെ രഹസ്യമാണ്. ശരിക്കും ഗുവാൻ കുടുംബം വളരെ ധനികരാണ്, പക്ഷേ അവർ പുറത്ത് വളരെ പാവപ്പെട്ടവരെ പോലെയാണ് നടക്കുന്നത്. എനിക്കെന്തോ സംശയം തോന്നുന്നു. നിനക്കൊന്നും അറിയില്ല. ഞാൻ അവളെ കുറിച്ച് അന്വേഷിച്ചു. വീടിനകത്ത് ഒരുപാട് നിധികളുള്ളതാ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതകാലത്ത് അധ്വാനിക്കേണ്ട ആവശ്യമില്ല. ആർഭാടത്തോടെ സുഖിച്ച് ജീവിക്കാൻ.今生
मोहिनी